താങ്ക് യു. ആദ്യം തന്നെ നമ്മുടെ മ്യൂസിക് ബാൻഡിനും ഡാൻസ് ടീമിനും ഒരു വലിയ കയ്യടി കൊടുക്കാല്ലേ. താങ്ക് യു. എന്താണ് ചെയ്യേണ്ടത്? അർഫാസിന്റെ ആദ്യത്തെ സംവിധാനമാണ് ലെവൽ ക്രൂസ്. അർഫാസിനെ ഞാൻ പരിചയപ്പെടുന്നത് കൂമൻ എന്ന് പറഞ്ഞ ജിത്തു ജോസഫ് സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിത്തു സാറിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് അദ്ദേഹം. അങ്ങനെയാണ് അർഫാസ് എൻ്റെ അടുത്ത് പറയുന്നത് ഈ സിനിമയെ പറ്റി. സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നതും ആ സമയത്ത് തന്നെയാണ്. പിന്നെ അത് വെരി ബ്യൂട്ടിഫുൾ അമല പോൾ. താങ്ക് യു സോ മച്ച് അമല. ഞാൻ അമലെ ഒരുപാട് ഞങ്ങൾ സിനിമ എന്ന് പറഞ്ഞ ആഗ്രഹവുമായി എറണാകുളത്ത് പല പല സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് കണ്ടുമുട്ടിയ ആളുകളാണ്. ഇപ്പോഴും നല്ലൊരു റിലേഷൻ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സിനിമകളൊന്നും ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടില്ലെങ്കിലും വി ആർ വെരി ക്ലോസ് ഫ്രണ്ട്സ്. അതിലെനിക്ക് ഒരുപാട് സന്തോഷം. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ സ്റ്റുഡൻസിന് ചോദിക്കാറുണ്ട്. പ്രോഗ്രാം തുടങ്ങിയപ്പോൾ ഓരോ സ്റ്റുഡൻസും വന്ന് സ്റ്റേജിൽ അറ്റുന്നതിനും ആസിഫിയോട് ചോദിക്കണം, ആസിഫിയോട് ചോദിക്കണം. സോ ആൽബർഷ്യൻസിൽ ആരൊക്കെ ആസിഫിയോട് ചോദിക്കുന്നുണ്ട്? എന്റെ പേര് ഷാലു, ഞാൻ സുവോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. സോ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, അപ്പാർട്ട് ഫ്രം ഓൾ ദ മൂവീസ് യു ഹാവ് ഡൺ ബിഫോർ, ഈ റോളിന് എന്താണ് സ്പെഷ്യാലിറ്റി, അല്ലെങ്കിൽ മറ്റുള്ള മൂവീസിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്താണ് ഈ ഒരു റോൾ? ഇതിന്റെ ഈ സിനിമയിലെ ക്യാരക്ടർ തന്നെയാണ്. അതിനേക്കാൾ ഉപരി അർഫാസ് എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തൊരു എഫേർട്ട് ഉണ്ട്. അപ്പം എനിക്ക് ഈ സിനിമയുടെ ക്യാരക്ടറൈസേഷൻ കാണുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലാവും. ഞാനത് ഒരുപാട് പറഞ്ഞ് ചിലപ്പോൾ തിയേറ്ററിൽ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി നഷ്ടപ്പെടും. എന്തായാലും ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. നല്ലൊരു ക്യാരക്ടർ തന്നെ ആയിരിക്കും ഇത്. താങ്ക് യു. എനിക്ക് പനിയാണ്. ആസിഫ, നമ്മൾ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഓരോ പ്രശ്നം വരും. നമ്മൾ ചിലപ്പോൾ ഇമോഷണൽ ആവും, ചൂടാവും. പക്ഷെ ആസിഫ അങ്ങനെയല്ല. എല്ലാ പ്രശ്നത്തിലും ഒരു ചെറിയൊരു ചിരി അത് പറഞ്ഞു അടുത്ത കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുക എല്ലാ പ്രശ്നവും. അത് ഞാൻ ദേഷ്യപ്പെടുന്നത് നിങ്ങൾ കാണാത്തതുകൊണ്ടാണ്. ഞാനും ദേഷ്യപ്പെടുന്ന സങ്കടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടാവാറുണ്ട്. അത് പക്ഷെ പ്രകടിപ്പിക്കാൻ അങ്ങനെ പബ്ലിക് ആക്കാറില്ല. എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ വിഷമങ്ങളും എൻ്റേതാണ്. അത് ഞാൻ പുറത്ത് കാണിക്കാറില്ല. പിന്നെ നമസ്കാരം. അതിന്റെ സിനിമയുടെ ജോണർ എന്താണ്, അതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? ടിക്കിറ്റൊക്ക സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ എനിക്കൊരു ആക്സിഡന്റ് പറ്റി. എൻ്റെ ലെഫ്റ്റ് നീ ലിഗമെന്റ്സ് എല്ലാം പൊട്ടിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ഓൾമോസ്റ്റ് 3 months ഞാൻ ബെറ്റഡായിരുന്നു. ഇപ്പോൾ ഫിസിയോതെറാപ്പി എല്ലാം നടക്കുന്നു. അതിനൊരു കംപ്ലീറ്റ് റിക്കവറി പറയുന്നത് ഒരു 8 months to 1 year ആണ്. അപ്പോൾ അത് കഴിയുമ്പോഴേ ആക്ഷൻ സീക്വൻസസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഉടനെ ചെയ്യും. ഞാനും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു പ്രൊജക്റ്റാണ്. താങ്ക് യു. ഈ സിനിമ ഷൂട്ട് ചെയ്യുക തന്നെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം ഇത് ട്യുണീഷ്യയിലാണ് ഷൂട്ട് ചെയ്തത്. ഞങ്ങൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലാണ് ഇന്ത്യന ജോൺസ്, സ്റ്റാർ വാർസ് അങ്ങനെയുള്ള ഒരുപാട് ഹോളിവുഡ് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ്. അപ്പം നമുക്കൊട്ടും പരിചിതമായ ഒരു വെതർ അല്ലായിരുന്നു ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻ. അപ്പം അതൊരു വലിയ ചലഞ്ചായിരുന്നു. പല സമയത്തും നമുക്ക് ലൊക്കേഷൻ തന്നെ എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. പക്ഷെ അതിനൊക്കെ ഉള്ളൊരു റിസൾട്ട് സിനിമ റിലീസ് ആകുമ്പോൾ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഇത്രയും സിനിമകൾ അഭിനയിച്ച് ഇത്രയും റോൾസ് ചെയ്ത് ഈ ഒരു ലെവലിൽ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ യങ്സ്റ്റേഴ്സിനോടൊപ്പം ഒരുപാട് ആളുകളുണ്ട് ഇതേപോലെ ഒരു സിനിമ എന്നുള്ള ലോകം സ്വപ്നം കാണുന്നത്. അവരോടൊക്കെ കൊടുക്കാനുള്ള ഒരു നല്ല ചോദ്യമാണ്. ഞാൻ ഇന്ന് പറയണത് ആഗ്രഹിച്ചൊരു ചോദ്യമാണ്. സാധാരണ എൻ്റെ കോളേജിൽ ഇങ്ങനെ ഒരു
ഇവന്റ് നടക്കുമ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഏറ്റവും പുറകില് ഇതിന്റെ മുകളിലൊക്കെയാണ്. അവിടെയാണ് നിന്നുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് എനിക്ക് വന്ന് ഇവിടെ നിന്ന് നിങ്ങളെ നോക്കി സംസാരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സ്വപ്നം മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ എന്തൊക്കെയായിട്ടുണ്ടോ അതിനേക്കാളൊക്കെ ഒരുപാട് മുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആകാൻ പറ്റും. And I'm wishing you guys all the very best. Oh. എന്തോ നമുക്ക് ഇന്ററാക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഏറ്റവും കൂടുതൽ ഈ ഫിലിമിൽ ആസ്വദിക്കാൻ പറ്റിയ മൊമെന്റ്സ് ഏതൊക്കെയാണ്? ഈ ഫിലിമിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് ഒന്ന്, ഞാൻ ആദ്യമായിട്ട് പോകുന്നൊരു സ്ഥലമാണ് ടുണീഷ്യ. പിന്നെ എന്നെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഈ സിനിമയിലാണ്. പ്രത്യേകിച്ച് അമല, അർഫാസ്, ഇതിൻ്റെ DOP, ഇതിൻ്റെ ടെക്നിക്കൽ ടീം എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളല്ല, പക്ഷെ അവിടെ ചെന്നപ്പോൾ സുഹൃത്തുക്കളായി മാറി. ഒരു നല്ല സൗഹൃദം എനിക്ക് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിൽ മൊത്തം ആസ്വദിക്കാൻ പറ്റി. പിന്നെ ഓരോ സിനിമയും നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും. അതാണ് സിനിമയുടെ ഒരു പ്രത്യേകത. ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുമെന്ന് ആദ്യം ചിന്തിക്കും. അങ്ങനെ കാണും എന്ന് തോന്നുന്ന സിനിമയാണെങ്കിൽ മാത്രമേ ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ. ആസിഫിക്ക് ഇപ്പോൾ ഞങ്ങളുടെ ടോക്കൺ ഓഫ് ലവ് ആയിട്ട് BCom ടാക്സേഷനിലെ ആര്യ കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഒരു പ്രസന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു ആസിഫിക്ക. അപ്പൊ താങ്ക് യു. ഞാനിവിടെ ഒരുപാട് പോസ്റ്റുകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ് എന്റെ സൈഡിൽ നിന്ന്. പ്ലീസ് കത്ത് മ്യൂസിക്, ആ മ്യൂസിക് ഒന്ന് കത്തുമോ പ്ലീസ്.